ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി അന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് അടിപൊളി ടിപ്സുകളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ തുണികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന കംഫർട്ട്, സ്റ്റിഫ് ആൻഡ് ഷൈൻ തുടങ്ങിയ ഫാബ്രിക് കണ്ടീഷണർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തുണികൾക്കൊക്കെ നല്ലൊരു സുഗന്ധവും തുണികളൊക്കെ നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതുകൊണ്ട് വേറെയും ചില ഉപയോഗങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുന്ന എല്ലാവരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉജാലയുടെ ക്രിസ്പ് ആൻഡ് ഷൈൻ എന്നുള്ള ഒരു ഫാബ്രിക് കണ്ടീഷണർ ആണ്. കംഫർട്ടോ, സ്റ്റിഫ് ആൻഡ് ഷൈൻ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ആദ്യത്തെ ഒരു ടിപ്പ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ വിസ്താരമുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ നമുക്ക് ഒന്നോ രണ്ടോ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കാം. ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർ ചെറിയ ചെറിയ തുണികളായാലും മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ഈ ക്രിസ്പ് ആൻഡ് ഷൈൻ ഒരു കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 5-6 തുള്ളി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നമ്മുടെ കബോർഡിലോ നമ്മൾ തുണികളൊക്കെ വെക്കുന്ന കബോർഡ്സിൻ്റെ ഉള്ളിൽ വെക്കാം. അപ്പോൾ നമുക്ക് കബോർഡ് തുറക്കുമ്പോൾ നല്ലൊരു സുഗന്ധം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ വെക്കാം, നമ്മുടെ മുറികളിലും വെക്കാം. ഇതൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ നോൺ വെജ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാവാറില്ല. നമ്മുടെ വീടിൻ്റെ അകത്ത് ഫുള്ളൊരു സ്മെല്ല് ഉണ്ടാവാറുണ്ട്. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരണ ഒരു ടൈമിലായിരിക്കും നമുക്ക് ഇതുകൊണ്ടുള്ളൊരു ഡിസ്റ്റർബൻസ് മനസ്സിലാകുക. അപ്പോൾ അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ്. നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മുടെ കംഫർട്ട്, ഒരു 1/2 മൂടി കംഫർട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഇത് തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ വീടിനകത്തും നമ്മുടെ റൂമിലൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്താൽ മണമൊക്കെ പോയിട്ട് ഇതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വീടിനകത്ത് ഉണ്ടാവുക. പിന്നെ നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വയ്ക്കാം. ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ തുണികൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ടിപ്പാണ്, നമ്മൾ ആദ്യം തിളപ്പിച്ച ഈ കംഫർട്ടിൻ്റെ ഈ വെള്ളം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക. നമ്മുടെ കയ്യിൽ സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമുക്കിതിലേക്ക് ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അവിടെ ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല, നല്ലൊരു സ്മെല്ലും കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ കംഫർട്ടിൻ്റെ ഈ വെള്ളം നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടപ്പ് ഞാൻ ചെറിയ ചെറിയ ഹോൾസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കംഫർട്ടിൻ്റെ ഈ സൊല്യൂഷൻ നമുക്ക് നമ്മുടെ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ബാത്റൂമിൽ, ടോയ്ലറ്റിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. നമ്മൾ ഓരോ പ്രാവശ്യം ബാത്റൂമിൽ യൂസ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് ഈ വെള്ളം നമുക്ക് തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലോണം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തറയൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ കംഫർട്ട് ഒരു 1/2 മൂടി ഒഴിച്ചു കൊടുക്കാം. അധികം ഒഴിച്ചു കൊടുക്കരുത്, 1/2 മൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അധികം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ തറയിലേക്കൊരു ഒട്ടിപ്പിടിക്കണ പോലെ തോന്നും നമുക്കിത് വെച്ച് തുടയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇത് വെച്ച് തുടച്ചാലും നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടുക. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തുണികളൊക്കെ അയൺ ചെയ്യുമ്പോൾ കംഫർട്ടിൻ്റെ സൊല്യൂഷൻ തുണികളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തുണികൾക്കൊക്കെ നല്ലൊരു സ്മെല്ലും നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യും നമ്മൾ അയൺ ചെയ്യുന്ന തുണികൾ. അപ്പോൾ നമ്മുടെ തുണികൾക്ക് മാത്രമല്ല ഇത് യൂസ് ചെയ്യാം, നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.